ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്രയുടെ 20-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം 25 നോമ്പ്, 25 ദിവസത്തെ നോമ്പാചരണം. ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ നോമ്പിനും ഉപവാസത്തിനും പുതിയ അർത്ഥതലങ്ങളും മാനങ്ങളും നൽകപ്പെടുകയാണ്. നോമ്പാചരണം പേരിന് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 25 നോമ്പാചരണം പണ്ട് വളരെ കർശനമായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരും പൂർവികരും അനുഷ്ഠിച്ചു പോന്നിരുന്നു. എന്നാൽ ഇന്ന് അത് അനുഷ്ഠിക്കുന്നവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതായി മാറിയിരിക്കുന്നു. 40 ഡേയ്സ് ഫാസ്റ്റ്, 40 ദിവസത്തെ ഉപവാസം പോലും ക്രിസ്തുമസിന് ഒരുക്കമായി അനുഷ്ഠിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പാശ്ചാത്യ സഭയിൽ നവംബർ 12 ആരംഭിച്ച് സെയിൻറ്റ് മാർട്ടിൻസ് ഫാസ്റ്റ്, വിശുദ്ധ മാർട്ടിൻ്റെ നോമ്പ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അത് എടുത്തു മാറ്റപ്പെട്ടു. അതുപോലെ പൗരസ്ത്യ ലോകത്തിൽ ഇന്നും 25 നോമ്പാചരണമെല്ലാം ഉണ്ട്. പക്ഷേ ആ നോമ്പാചരണത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിപ്പോയിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഈ ദിവസം 25 നോമ്പാചരണം എന്തിന് ഒന്ന് ധ്യാന വിഷയമാക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൈവച്ചു എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. 13:2 തൊട്ട് മുന്നത്തെ വചനഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണ്ണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഇതാണ് ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും പ്രസക്തി. 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, 3 നോമ്പ്, 8 നോമ്പ്, ഇങ്ങനെ പൗരസ്ത്യ സഭയിൽ നമ്മുടെ സീറോ മലബാർ സഭയിൽ അനേകം നോമ്പാചരണങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാൻ നമ്മെ തന്നെ ഒരുക്കുന്നതിൻ്റെ സൂചനയാണ്. കർത്താവിനെ ശ്രവിക്കണമെങ്കിൽ ഒരേ സമയം ആത്മീകമായും ഭൗതികമായും നാം ഒരുങ്ങിയിരിക്കണം. ചില അടക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പിശാച് ശരീരത്തെ ആക്രമിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ശരീരത്തിൽ അടക്കങ്ങൾ പാലിച്ച് നോമ്പെടുത്ത് ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നത്. കർത്താവ് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇക്കൂട്ടർ പുറത്തു പോവുകയില്ല. നമുക്ക് ഇന്നത്തെ ഈ ദിവസം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. എങ്ങനെയാണ് എൻ്റെ നോമ്പാചരണം? ഉപവസിക്കുന്ന വ്യക്തിയാണോ ഞാൻ? പ്രിയപ്പെട്ടവരെ, അതിനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. നാളെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ, ഉണ്ണിയെ തേടി എന്നുള്ള ശുശ്രൂഷ പതിയെ അവസാനിക്കുകയാണ്. പിന്നീട് 3 ദിവസത്തെ നോമ്പെടുത്ത് ഉപവസിച്ചുള്ള തീവ്രതയോടെ ഈശോയെ തേടാനുള്ള പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുന്നു. നമ്മുടെ പൂർവികരെ ഓർക്കുമ്പോൾ അസെറ്റിക്കൽ പ്രാക്ടീസസ്, പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ നാം ഒരുപാട് പുറകോട്ട് പോകുന്നു. പണ്ട് കഴിക്കാൻ ഏറെ ഇല്ലായിരുന്നു, വിഭവങ്ങൾ ചുരുക്കമായിരുന്നു. എന്നാൽ അവർ ഉപവസിച്ചിരുന്നു, നോമ്പെടുത്തിരുന്നു. എന്നാൽ ഇന്നെല്ലാം ചുരുങ്ങിപ്പോയിരിക്കുന്നു. കഴിക്കാൻ ഏറെയുണ്ട്, വിഭവങ്ങൾ ഏറെയുണ്ട്, പക്ഷേ നോമ്പെടുക്കാൻ, ഉപവസിക്കാൻ നമുക്കൊരു വിമുഖതയാണ്. എത്ര പേരുണ്ട് 25 നോമ്പാചരണത്തിൽ പങ്കുചേരുന്നവർ? ഒരു ദിവസമെങ്കിലും ഈ 20 ദിവസത്തിൽ ഉപവസിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി 4 ദിവസമാണ് മുൻപിലുള്ളത്. പ്രാർത്ഥിക്കുക. ഇനിയും സമയം താമസിച്ചിട്ടില്ല. 4 ദിവസം നോമ്പെടുക്കാം, ഒരു നേരമെങ്കിലും ഉപവസിക്കാം. നമുക്ക് ഇപ്രകാരം ഉണ്ണിക്ക് വേണ്ടി ഒരുങ്ങിയാലോ? ഓർക്കാം, ഉണ്ണി മരം കോച്ചുന്ന തണുപ്പത്ത് ദൈവം രക്ഷകൻ ഭൂമിയിൽ വന്നു പിറന്നു. ത്യാഗമായിരുന്നു, അതൊരു നോമ്പ് തന്നെയായിരുന്നു. എല്ലാം സ്വർഗീയ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി ഭൂമിയിൽ മരം കോച്ചുന്ന തണുപ്പത്ത് ആ ഉണ്ണിക്ക് വേണ്ടി ഒരൽപ്പം ത്യാഗം ഞാൻ എടുക്കണ്ടേ? സുഖസൗകര്യങ്ങൾ മാറ്റിവെക്കാം. ഇനിയും 4 ദിവസമുണ്ട്. പ്രാർത്ഥിച്ച് സ്നേഹിച്ച് ത്യാഗമെടുത്ത് പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ നമുക്കും ഒരുങ്ങാം.
പങ്കാളികളാകാം. അങ്ങനെ ഈശോയെ സ്നേഹിക്കാം. നമ്മുടെ 10 സ്നേഹപ്രവൃത്തികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1. 25 നോമ്പാചരണത്തിൻ്റെ പൂർത്തീകരണം. 2. ഒരു ജപമാല. 3. ഒരു കരുണക്കൊന്ത. 4. ഒരു സുഹൃതം. നാം ഇന്ന് പൂർത്തിയാക്കുന്ന സുഹൃതം ഇതാകട്ടെ: കർത്താവേ, ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ. ഈ സുഹൃത ജപം മുട്ടുകുത്തി കൈവിരിച്ച് 15 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. 5. 1000 പ്രാവശ്യം ഈശോ നാമ ജപസമർപ്പണം. 6. 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ. 7. ഒരു ആശയടക്കം. ഇന്നത്തെ ആശയടക്കം ഇതാകട്ടെ: നോമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ആശയടക്കം, ഒരു ഭക്ഷണ സാധനം, ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ വിഭവം മാറ്റിവെക്കാം. 8. ഒരു വചനം പഠിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്ന വചനഭാഗം 2 കൊരിന്തോസ് 12:9. നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. അതുപോലെ 9. ഒരു അധ്യായം വചന വായന. വെളിപാട് പുസ്തകം 20-ാം അധ്യായം. 10. ക്രിസ്തുമസ് പ്രതീകങ്ങളെ കേന്ദ്രീകരിച്ച് വചന ശുശ്രൂഷയിലെ പങ്കാളിത്തം. നാം അത് കണ്ടു, കേട്ടു. ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.